നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിലൊക്കെ ഒരു സംശയമുണ്ടായിരിക്കാം, തോറിന്റെ ശക്തി നമുക്ക് ലഭിച്ചോ എന്ന്. കാരണം മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും തൊടുമ്പോൾ ഷോക്ക് ഏൽക്കുന്ന പ്രവണത ഇപ്പോൾ സ്ഥിരമാണ്. മെറ്റൽ സർഫസുകളിൽ അഥവാ ലോഹങ്ങളിൽ തൊടുമ്പോൾ മാത്രമല്ല, എല്ലാത്തരം വസ്തുക്കളിലും, എന്തിനേറെ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് നൽകുമ്പോൾ പോലും ഷോക്ക് ഏൽക്കുന്നത് വളരെ സാധാരണമാണിപ്പോൾ. എന്നാൽ എന്താണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സംഗതി നമുക്ക് സൂപ്പർ പവർ ലഭിച്ചതൊന്നുമല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഷോക്കാണ് ഇതിന് പിന്നിലെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിലുള്ള കാലാവസ്ഥയാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം. ശൈത്യകാലത്തിന് പിന്നാലെ അതിശക്തമായ ചൂടും വരണ്ട കാലാവസ്ഥയും വന്നതോടെ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കുറവായി, അഥവാ ഹ്യൂമിഡിറ്റി കുറവായി. വരണ്ട കാലാവസ്ഥയിൽ സ്റ്റാറ്റിക് ഷോക്ക് സാധാരണമാണ്. ഈർപ്പം കുറവായതിനാൽ ഇത് ഉപരിതലത്തിലും വസ്തുക്കളിലും സ്ഥിരമായ വൈദ്യുതി രൂപപ്പെടുന്നതിന് ഇടയാക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് അഥവാ ESD എന്ന പേരിലും അറിയപ്പെടുന്ന സ്റ്റാറ്റിക് ഷോക്കുകൾ വരണ്ട കാലാവസ്ഥകളിൽ ധാരാളമായി സംഭവിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വ്യത്യസ്ത വൈദ്യുത സാധ്യതകളുള്ള രണ്ട് വസ്തുക്കൾക്കിടയിൽ പെട്ടെന്നുള്ള ചാർജിന്റെ ഒഴുക്കുണ്ടാകുമ്പോൾ, അഥവാ ഡിഫറെന്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ഉള്ള രണ്ട് വസ്തുക്കൾക്കിടയിൽ എ സഡൻ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് സംഭവിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുക. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിരമായുള്ള ഒരു വസ്തു മറ്റൊരു വസ്തുവുമായി ഉരസുമ്പോൾ അല്ലെങ്കിൽ സമ്പർക്കം ഉണ്ടാകുമ്പോൾ ഒരു ചാർജ് കൈമാറ്റം അവിടെ സംഭവിക്കുന്നു, അഥവാ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നു. ഇതാണ് പല പ്രതലങ്ങളിലും തൊടുമ്പോൾ ഇപ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള കാരണം. വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മിക്ക പ്രതലങ്ങളിലും ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സജീവമാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് തൊടുമ്പോൾ ഈ സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഷോക്ക് നമുക്ക് ഏൽക്കും. ഭയപ്പെടാനൊന്നുമില്ല. ഈ കാലാവസ്ഥ മാറുമ്പോൾ അല്ലെങ്കിൽ ഈ വരണ്ട കാലാവസ്ഥ മാറി ഹ്യൂമിഡിറ്റിയുടെ അളവൊക്കെ അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ഈ പ്രതിഭാസം താനെ നിന്നുകൊള്ളുമെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്.